പ്രിയ പ്രേക്ഷകരെ, ഹൈക്കമാൻഡ് നിരീക്ഷകർ എത്താനിരിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരമാവധി MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാൻ KC, RC, VD പക്ഷങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഇപ്പോൾ സജീവമാണ്. VD സതീശനായി സോണിയാഗാന്ധിക്ക് കൂട്ടത്തോടെ ഇമെയിൽ അയക്കാൻ VD സതീശൻ അനുകൂലികൾ ആഹ്വാനം ചെയ്തു. സതീശന്റെ വസതിയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കാണ്. നിയുക്ത MLA-മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ സതീശനെ സന്ദർശിച്ചു. മുതിർന്ന നേതാവെന്ന നിലയിലുള്ള സന്ദർശനമാണെന്നാണ് പ്രതികരണം. സതീശനെ പിന്തുണച്ച് പൊന്നാനി MLA KP നൌഷാദ് അലിയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചയുമായി ഒന്നും ചർച്ചയില്ല. 2 MLA-മാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പിന്തുണ അർപ്പിക്കാൻ വേണ്ടി എത്തിയതാണ്. ഞാൻ പുള്ളി ജില്ലയിൽ വന്നപ്പോൾ കാണാനായിട്ട് വന്നു. ജില്ലയിലെ എല്ലാ സീനിയർ ലീഡേഴ്സിനെയും വീട്ടിൽ പോയി കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണും. ഇന്നലെ മുതൽ എല്ലാവരെയും കാണുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാണെന്ന് സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം പോലെയുള്ള അവശ്യ മേഖലകളിൽ മാസങ്ങൾ നീണ്ട സബ്ജക്റ്റ് എക്സ്പെർട്സുമൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനകളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള വിനിമയങ്ങളുമൊക്കെ ആയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ബദൽ രേഖ നാളത്തെ കേരളം ഈ മേഖലയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. അതിന് വലിയ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. VD സതീശൻ എന്ന ഒരു UDF-നെ നയിച്ച പ്രതിപക്ഷ നേതാവിന് ഒരു വ്യക്തിപരമായ വോട്ട് കേരളത്തിലുടനീളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പൊന്നാനിയിൽ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. VD സതീശന് മഞ്ചേശ്വരദിന്ത പാറശാല വരെ അദ്ദേഹത്തിനൊരു വോട്ടുണ്ടായിട്ടുണ്ട്. ആ വോട്ടുകൾ UDF-നെ മുന്നേറാൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ KC വേണുഗോപാലിനാണ് കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത്. 45 MLA-മാരുടെ പിന്തുണയാണ് KC പക്ഷം അവകാശപ്പെടുന്നത്. ചെന്നിത്തല പക്ഷം 25 MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളതാകട്ടെ നിലവിൽ 5 പേരുടെ പിന്തുണ മാത്രമാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ MLA-മാർക്ക് അഭിപ്രായം രഹസ്യമായി അറിയിക്കാൻ അവസരം ഒരുക്കണമെന്നാണ് VD സതീശന്റെ ആവശ്യം. അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ദീപാദാസ് മുനുഷി ഉണ്ടാകാൻ പാടില്ലെന്നും VD സതീശൻ മല്ലികാർജ്ജുൻ ഖർഗെയോട് ആവശ്യപ്പെട്ടു. 25 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാമെന്നാണ് സതീശൻ പക്ഷത്തിന്റെ പ്രതീക്ഷ. നിയമസഭാ കക്ഷി യോഗം നാളെ ചേരാനിരിക്കെ രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റോഷിപാലും നോബൽ മാലിക്കാരനും ചേരുന്നു. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, എങ്ങനെയാണ് മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയിട്ടുള്ള ചരടുവലികളും അണിയറ നീക്കങ്ങളും സജീവമാകുന്നത്? പലതരത്തിൽ പല രൂപത്തിലാണല്ലോ. റോഷി, ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രസ്താവന വന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കണം. കോൺഗ്രസിലെയൊക്കെ അവരുടെ സർവീസും അനുഭവ പരിചയവും ഒക്കെ പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. VD സതീശനുമായിട്ടുള്ള നിലപാടിൽ ഒരു തരിമ്പും മാറ്റമില്ല എന്നാണ് സുകുമാരൻ നായർ റിപ്പോർട്ടറിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് ആ അർത്ഥത്തിൽ NSSന് താല്പര്യമില്ല, പകരം അനുഭവ സമ്പത്തും പരിചയവും ഒക്കെ ഉള്ളവരെ പരിഗണിക്കണം എന്നുള്ളതാണ് എന്നേ പറയാനുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ സമുദായത്തിന്റെ പിന്തുണ കൂടി KC or RCക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അരുൺകുമാർ, അത് സ്വാഭാവികമാണ്. സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയുമായും KC വേണുഗോപാലുമായും ഒരേപോലെ സൗഹൃദവും സ്നേഹവും പങ്കിടുന്നുണ്ട് NSS നേതൃത്വം. കാരണം നേരത്തെ പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയതാണ്. കാരണം ചില VD സതീശൻ്റെ പ്രസ്താവനകളിലുള്ള പിണക്കം ഇപ്പോഴും തീർന്നിട്ടില്ല. ചില തരത്തിൽ ചില കോണുകളിലൂടെയൊക്കെ VD സതീശൻ പിണക്കം തീർക്കാനുള്ള ശ്രമം നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും ആ പിണക്കമായി കിടക്കുന്നു. NSSൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് എല്ലാ കാലത്തും. അത് SNDP-യേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് NSSൻ്റെ നിലപാടാണ്. സ്വാഭാവികമായും മറ്റ് സമുദായങ്ങളുടെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ സഭകളുടെയൊക്കെ നിലപാടും നിർണായകം തന്നെയാണ്. ഏതായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വളരെ ശക്തമാകുന്ന ഘട്ടത്തിൽ, ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ തലസ്ഥാനം കേന്ദ്രീകരിച്ച നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും ഏറെ വൈകാതെ, ഒരുപക്ഷെ ഇന്ന് രാത്രിയോടെ 2 നിരീക്ഷകന്മാരും കേരളത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അജയ് മാക്കനും മുഗൾ വാസ്നിക്കും കേരളത്തിലേക്ക് എത്തി MLA-മാരുമായിട്ടൊക്കെ സംസാരിക്കും. അതുകൊണ്ട് MLA-മാരോട് എത്രയും പെട്ടെന്ന് തലസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം KPCC അനൗദ്യോഗികമായി നൽകി കഴിഞ്ഞു. KPCC അധ്യക്ഷൻ ഏതാണ്ട് 10:30-ഓടെ തലസ്ഥാനത്തെത്തും. അദ്ദേഹം KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ എത്തിക്കഴിഞ്ഞാൽ MLA-മാരുമായി സംസാരിക്കാനാണ് സാധ്യത. അവർക്ക് ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കും ഇന്ന് രാത്രിയോടെ തലസ്ഥാനത്തെത്താൻ.
നാളെ രാവിലെ മുതൽ തന്നെ നിരീക്ഷകന്മാർ അവരിൽ നിന്നും അഭിപ്രായം ആരായും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം റിപ്പോർട്ട് അത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൈമാറും. പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഒപ്പം തന്നെ VD സതീശൻ, 3 നേതാക്കളെയാണ് ദില്ലിയിലേക്ക് വിളിപ്പിക്കാൻ സാധ്യത. അവിടെ ഈ MLA-മാരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് മറ്റെല്ലാ സാധ്യതകളും പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം പ്രഖ്യാപിക്കും. അതിൽ പരിചയസമ്പത്ത് ഒരു ഘടകമാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുള്ള മന്ത്രിസഭാ രൂപീകരണമാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഒരു തുടർഭരണം LDF-ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് അത്തരമൊരു പ്ലാൻ കൂടി UDF-നുണ്ട്. ഏതായാലും തലസ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കൾ എത്തിച്ചേരുകയാണ്. അരുൺകുമാർ, ഗ്രൂപ്പ് മാനേജർമാർ ഏതായാലും തലസ്ഥാനത്തുണ്ട്. ബെന്നി ബെഹനാൻ, ഒപ്പം MK രാഘവൻ അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് A ഗ്രൂപ്പിന്റെ നേതൃത്വം ക്യാമ്പ് ചെയ്യുന്നു. ഒപ്പം നൌഷാദ് അലി അടക്കമുള്ള VD സതീശനെ അനുകൂലിക്കുന്ന MLA-മാരും എത്തുന്നുണ്ട്. ഓക്കെ, ഡൽഹിയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്നുണ്ട്. നമുക്കിപ്പം നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, ഡൽഹിയിലും ചില തിരക്കിട്ട നീക്കങ്ങളൊക്കെ ഉണ്ട്. അജയ് ഒപ്പം തന്നെ മുകുൾ വാസ്നിക്കിനെയും കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നു നിരീക്ഷകരായിട്ട്. പക്ഷെ അതേസമയം MLA-മാരുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് ദീപാദാസ് മുൻഷി നിരീക്ഷകർക്കൊപ്പം ഉണ്ടാവാൻ പാടില്ല എന്നൊരു മെസ്സേജ് VD സതീശൻ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുകുൾ വാസ്നിക്കും അജയ് കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും ആ തീരുമാനമെടുക്കുക? അവർ കൊടുക്കുന്ന റിപ്പോർട്ടിൽ KCയുടെ പേരാണെങ്കിൽ KCയുടെ പേര് വരാനുള്ള സാധ്യതയാണോ ഇപ്പോൾ തെളിയുന്നത്? നോബൽ ബാരിക്കാരൻ. അരുൺ, പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തീരുമാനം വരിക. പക്ഷേ ഹൈക്കമാൻഡും അതിൽ കൂടിയാലോചനകൾ എന്താണെങ്കിൽ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തി മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അധികാരം ഹൈക്കമാൻഡ് കൈമാറിക്കൊണ്ടുള്ള ഒറ്റവരി പ്രമേയമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പാസ്സാക്കുന്നത് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പേരൊന്നും എഴുതി കൊടുക്കുന്ന സാഹചര്യം എന്താണെങ്കിലും ഇതുവരെ ഒരു സംസ്ഥാനം നമ്മൾ ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും അതേ രീതിയിൽ തന്നെയായിരിക്കും ഇവിടെയും കാര്യങ്ങൾ. മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അധികാരം ഹൈക്കമാൻഡ് കൈമാറിക്കൊണ്ട് MLA-മാർ കൃത്യമായി തന്നെ ഒപ്പിട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അതിനു പിന്നാലെ ഇവിടെ എത്തിയ റിപ്പോർട്ട് നൽകുകയും കൂടിയാലോചനക്കൊടുവിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുകയുമാണ് ചെയ്യുക. കേരള ഹൗസിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ NGO അസോസിയേഷൻ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ആണ്. ഈ ഫ്ലെക്സ് നമുക്ക് നോക്കുമ്പോൾ ദില്ലിയിലെ കാഴ്ചയിൽ KC വേണുഗോപാലിന് അല്പം വലിപ്പം കൂടുതലുണ്ട്. MLA-മാരുടെ കാര്യത്തിലും ആ വലിപ്പം KCക്ക് ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും KCയുടെ പേര് ഏറ്റവും മുൻനിരയിൽ തന്നെയാണ് ദില്ലി വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. KC സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ്. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും KCയുടെ മുഖ്യമന്ത്രി യാത്രയിൽ ഏറ്റവും നിർണായകവും ആവുക. രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകട്ടെ, കേസിന്റെ ആഗ്രഹപ്രകാരം അത് അറിയിക്കുമ്പോൾ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാവും. മറ്റ് ചോയ്സുകൾ ഉണ്ടാകാനുള്ള സാധ്യത പോലും ഇല്ല എന്ന് വേണം നമുക്ക് ദില്ലിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും സംസ്ഥാനത്തേക്ക് നിരീക്ഷകർ പോയി MLA-മാരെ വെവ്വേറെ കണ്ടുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ നിയമസഭാ കക്ഷിയോഗം ചേർന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. അതിവിടെ ഹൈക്കമാൻഡ് അറിയിക്കുക തന്നെയാണ് ചെയ്യുക. നിലവിൽ രമേശ് ചെന്നിത്തല അല്പസമയത്തിന് തന്നെ കേരള ഹൗസിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മഹാരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപക്ഷെ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ചെന്നിത്തല നടത്തിയേക്കും. ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെ കാണാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ന് 3 മണിക്കത്തെ വിമാനത്തിൽ തിരിച്ചു പോകാനാണ് ചെന്നിത്തലയും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏറെക്കുറെ അതേ വിമാനത്തിന് നിരീക്ഷകരും സംസ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് നിരീക്ഷകൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിമാനത്തിൽ എത്താനുള്ള സാധ്യതയാണുള്ളത്. സ്വാഭാവികമായി ഈ യാത്രയിലൊക്കെ ചർച്ചകൾക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് സമയമുണ്ട് എന്നാണ് പ്രധാനപ്പെട്ടത്. ആ ചർച്ചകളിലൊക്കെ അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ അറിയിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പോകാൻ വിമാനത്താവളത്തിൽ കൊടുത്തത് നന്നായിരിക്കും. രമേശ് ചെന്നിത്തലയെ അടക്കമുള്ളവരിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാനുള്ള ഒബ്സർവർമാരും ഒരേ വിമാനത്തിലായിരിക്കും യാത്ര ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും വളരെ പക്വതയുള്ള അനുഭവ സമ്പത്തുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് നമ്മുടെ സുകുമാരൻ നായരുടെ വാക്കുകളിൽ അത് വളരെ വളരെ വ്യക്തവുമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KC വേണുഗോപാലിൻ്റെ പടം ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പുറത്ത് KPCC പ്രസിഡന്റ്, ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. അവിടെ തലയുയർത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന KC വേണുഗോപാലിൻ്റെ ചിത്രമാണ് ഡൽഹിയിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണമല്ലോ മുകുൾ വാസ്നിക്കും നമ്മളുടെ അജയ് മാക്കിനും ഒക്കെ കേരളത്തിലേക്ക് വരാൻ.